തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികളൊക്കെ തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യമുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം നേരിടേണ്ടതുണ്ട്. ഇതിനു മുമ്പ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എന്തുകൊണ്ട് ഇവിടെ എതിർക്കപ്പെടുന്നു എന്നത് വലിയ ചർച്ചാ വിഷയമാകേണ്ടതുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും സംയുക്തമായി പരസ്പര ബന്ധത്തിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഹർജികളാണ് നൽകിയതെങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ ഒറ്റ മനസ്സോടെ നിൽക്കുകയാണ് കേരളത്തിലെ LDFും UDFും എന്ന് പറയാതെ വയ്യ. കോൺഗ്രസും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും ഈ നടപടിക്രമങ്ങളൊക്കെ അത് തടയണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നതും. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. തിരുവനന്തപുരത്ത് നിന്ന് MS വീണയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വീണ, കേൾക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധമല്ലെങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഈ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ ഒരു വാർത്തയുണ്ട്, പ്രേക്ഷകരിലേക്ക് നമ്മൾ ആദ്യമായി എത്തിച്ചൊരു വാർത്തയുണ്ട്. കാരണം പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിനെ ഇതുവരെ നിലനിർത്തിയിരുന്നത് പോലും കുടിയേറ്റക്കാരായ വോട്ടർ പട്ടികയിൽ ശരിക്കും കള്ള വോട്ട് രേഖപ്പെടുത്തി, പക്ഷേ താമസക്കാരല്ലാതെ, അതായത് അനധികൃത താമസക്കാരായ കുറേ പേരാണ് എന്നൊരു വാർത്ത. ഈ SIRമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു ചേരിയിൽ, ഒരു തെരുവിൽ അന്വേഷണത്തിന് പോയപ്പോൾ അവിടെ ഈ രേഖയിലുണ്ടായിരുന്നത് 2 ലക്ഷത്തോളം പേരാണ്. പക്ഷേ SIRന്റെ അന്വേഷണമൊക്കെ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നീട് രേഖകളിൽ അവർ ശരിക്കും അവിടെ 20,000 പേരെ താമസക്കാരായിട്ടുള്ളൂ. ഇതുമായി ബന്ധമല്ലെങ്കിലും ചോദിക്കട്ടെ, കേരളത്തിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരും കോൺഗ്രസും SIRനെ ഭയക്കുന്നു? അങ്ങനെ വേണോ കരുതാൻ? തീർച്ചയായും അനു, SIR പരിഷ്കരണ നടപടികൾ ഇപ്പോൾ നടപ്പാക്കുമ്പോൾ കേരളത്തിൽ അത് വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കുമെന്ന് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. കാര്യം ഇതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ കള്ളവോട്ട് വിഷയങ്ങളൊക്കെ നമ്മൾ പുറത്തു വന്ന് കണ്ടിട്ടുള്ളതാണ്. കണ്ണൂരിലടക്കം നിരവധി പേർ കള്ളവോട്ട് ചെയ്ത സംഭവങ്ങളും മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ജനാധിപത്യ നടപടിക്രമങ്ങളിൽ ഈ ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണ നടപടികൾ ഏറെ അനിവാര്യവുമാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്തും ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ SIRും തദ്ദേശ തിരഞ്ഞെടുപ്പും ഒരേപോലെ നടന്നു കഴിഞ്ഞാൽ ഭരണസ്തംഭനം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ പറയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ നവംബർ 4-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോറം വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ആ ഒരു ഫോറം വിതരണം നടപടിക്രമങ്ങൾ സുഗമമായി തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം, തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തന്നെ വയനാട് ജില്ലയിലുമൊക്കെ സ്വീകരിക്കൽ നടപടികളടക്കം പൂർത്തിയായി എന്നുള്ളതാണ്. അതായത് ഡിസംബർ 4-നാണ് സ്വീകരിക്കൽ നടപടിയൊക്കെ പൂർത്തിയാക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത്. എന്നാൽ ഈ ഒരു ഘട്ടത്തോടെ തന്നെ തിരുവനന്തപുരത്തും വയനാട്ടിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സുഗമമായി നടക്കുമ്പോഴാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഭരണസ്തംഭനം ഉണ്ടാകുമെന്നുള്ളൊരു ന്യായീകരണം സംസ്ഥാന സർക്കാർ, ഒപ്പം തന്നെ ഇതിന് പിന്നാലെ കോൺഗ്രസും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇടതു വലത് മുന്നണികൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് SIR നടപടികൾ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ, ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല, നമുക്കറിയാം സാധാരണ ഈ വോട്ടർ പട്ടികയിലടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരാൾ തന്നെ വിവിധ ഇടങ്ങളിൽ പോയി ഒന്നിലേറെ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മരിച്ചവർ തന്നെ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ എത്തുന്ന വിചിത്രമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരം വാർത്തകൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു പരിഷ്കരണം അത് ഏറെ അനിവാര്യമാണ്. അത് മാത്രമല്ല, അനർഹരെ മാറ്റി അർഹർക്ക് വോട്ട് ചെയ്യുവേണ്ട അവകാശം കൂടി കിട്ടേണ്ടതുണ്ട്. അതും ഏറ്റവും പരമപ്രധാനമാണ്. കൃത്യമായിട്ടുള്ളൊരു ശുദ്ധീകരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് സുഗമമായി നടക്കുന്നുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ BLOമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ഒരു BLOയുടെ ആത്മഹത്യയടക്കം രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഈ ഇടതുപക്ഷ അനുകൂലത്തിൽപ്പെട്ട അധ്യാപക സംഘടനകൾ ചേർന്ന് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിവിശേഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ തന്നെ CPMന്റെ ഭീഷണിയെ തുടർന്നാണ് BLOയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന സാഹചര്യം ഉണ്ടായെന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നതാണ്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടതു വലത് മുന്നണികൾ ഇതിന് പിന്നിൽ നടത്തുന്ന ചരട് വലികളും പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് അവസാനത്തെ അടവ് നയവുമായി ഇടതു വലത് മുന്നണികൾ ഇത് തടയിടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അല്പസമയങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിശദാംശങ്ങൾ കൂടി പുറത്തുവിട്ടിരുന്നു. അതായത് ഈ പ്രതിഷേധങ്ങളൊന്നും മാനിക്കില്ല, കൃത്യമായി തന്നെ സുഗമമായി തന്നെ ചിട്ടയോടുകൂടിയ തന്നെയാണ് ഇപ്പോഴും SIRന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഒരു
വശത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നു, മറുവശത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട SIR-മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും സുഗമമായി നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലടക്കം അതുപോലെ തന്നെ വയനാട് ജില്ലയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഈ ഒരു ഫോറം വിതരണമാണ്. അതുപോലെ തന്നെ ഫോറം സ്വീകരിക്കൽ നടപടികളും തിരുവനന്തപുരം ജില്ലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 മുതൽ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിന്റെ ഒരു കാലാവധി ഉള്ളത്. ഇപ്പോൾ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്.